ഭക്ഷണമൊക്കെ വല്ല ചുരുക്കി കഴിക്കുക തന്നെ. വൈകുന്നേരം പൈസ എല്ലാം എടുത്തേക്കണ്ടേ, അല്ല വേറെ മാർഗമല്ല. ഒന്നും കിട്ടണമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നതിനുള്ളൂ. ഇവർ ആദ്യം മുതൽക്കേ 15 മിനിറ്റ് ഗ്യാപ്പാണ് മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ ഇറക്കി വിടുന്നത്, വണ്ടികൾ നമ്മളെ പിന്നാലെ വിടുന്നത് 5 മിനിറ്റിൽ 3 മിനിറ്റിലാണ്. എല്ലാ സ്റ്റോപ്പിൽ നിർത്തി കൊടുക്കുകയാണ്. കാരണം ഇതൊരു പ്രിയദർശിനി മുന്നിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രിയദർശിനി പിന്നിലും വരും. ഗ്യാപ്പില്ല, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ ഗ്യാപ്പുകളില്ല. ഈ വ്യവസായം ഇല്ലാണ്ടാക്കണം. ഈ പ്രിയദർശിനി ഇവർക്ക് കൊണ്ടുവരാം എങ്ങനെ? 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ യാത്ര, ഇല്ലെങ്കിൽ ഇത് 1 ലക്ഷം 2 ലക്ഷം സാലറി വാങ്ങുന്ന യാത്രക്കാരാണ് ഇതിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത്. നമുക്ക് വൈകുന്നേരം 5 രൂപ 6 രൂപേൻ്റെ വ്യത്യാസമാണ് വരുന്നത്. കാരണം യാത്രക്കാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കാന്നല്ലാതെ നമ്മൾ വരുന്നത്. കാരണം നമ്മളെ വണ്ടീൻ്റെ മുന്നിലേക്കൊന്ന് ഇറക്കി വിടുക, അതിൻ്റെ ബാക്കിലൊന്ന് വിടുക, ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ നല്ല വ്യത്യാസമാണ് വരുന്നത്. പിന്നെ വൈകുന്നേരം മുതലാളിക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഉള്ളത് കൂലി ഒരു 700 രൂപ 500 രൂപേൻ്റെ അടുത്ത് കൂലി ഉണ്ടാവും. സാധനങ്ങളൊക്കെ വില കൂടുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ വല്ല ചുരുക്കി കഴിക്കുക തന്നെ. വൈകുന്നേരം പൈസ എല്ലാം എടുത്തേക്കണ്ടേ, അല്ല വേറെ മാർഗമല്ല. ഡീസൽ മേലെ പെട്ട് വില കൂടി, അത് കൂടിയതുകൊണ്ട് മുതലാളിക്ക് അപ്പോൾ തീരെയില്ലാതായി. നമ്മൾ 10 രൂപ 15 രൂപ കൺസെഷൻ കൊടുത്ത് ആൾക്കാർ സ്റ്റോപ്പ് പിടിച്ച് വന്നാൽ അവർ മാറി നിൽക്കുകയാണ്. പണിയെടുത്തതിൻ്റെ കൂലി 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേ കിട്ടുള്ളൂ. ഓവറൊക്കെയാണ് വരുന്നത്, ഒന്നും കിട്ടണമൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നതിനുള്ളൂ. ഇവർ ആദ്യം മുതൽക്കേ 15 മിനിറ്റ് ഗ്യാപ്പാണ് മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ ഇറക്കി വിടുന്നത്, വണ്ടികൾ നമ്മളെ പിന്നാലെ വിടുന്നത് 5 മിനിറ്റിൽ 3 മിനിറ്റിലാണ്. ഇതിപ്പോൾ നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ കാണും. ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണും. ഈ പ്രിയദർശിയിൽ നമുക്ക് ലോക്കൽ ടിക്കറ്റ്, അതായത് 10 രൂപ ടിക്കറ്റ് പോലും നമുക്ക് കയറില്ല. സ്ത്രീകൾ 10 രൂപ ഈ KSRTC കാത്തു നിൽക്കുകയാണ്. 10ഉം 13 ടിക്കറ്റ് ഈ KSRTC ഒരു അനുവദിച്ച സ്റ്റോപ്പിലല്ല നിർത്തുന്നത്, എല്ലാ സ്റ്റോപ്പിൽ നിർത്തി കൊടുക്കുകയാണ്. 5 മിനിറ്റിലാണ് ഓരോ വണ്ടികൾ വരുന്നത്. ഇതിൻ്റെ കൂടെ ഇതിന് പുറമെ ഒരു TT വരെ വിടുമ്പോൾ അതിന് തൊട്ട് പുറകിൽ ഒരു ഫാസ്റ്റിന് വിടുകയാണ്. കാരണം ഇതൊരു പ്രിയദർശിനി മുന്നിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രിയദർശിനി പിന്നിലും വരും. ഗ്യാപ്പില്ല, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ ഗ്യാപ്പുകളില്ല. ഈ വ്യവസായം ഇല്ലാണ്ടാക്കണം. ഈ പ്രിയദർശിനി ഇവർക്ക് കൊണ്ടുവരാം എങ്ങനെ? 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ യാത്ര, ഇല്ലെങ്കിൽ ഇത് 1 ലക്ഷം 2 ലക്ഷം സാലറി വാങ്ങുന്ന യാത്രക്കാരാണ് ഇതിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവർ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ മന്ത്രി പറയട്ടെ 50 വയസ്സിന് മുകളിലെ സ്ത്രീകൾക്ക് സൗജന്യ ചികിത്സ. എന്തുകൊണ്ടത് പറയണില്ല? അതാണ് ഉപകാരം, അല്ല ഇതല്ല ഉപകാരം. 50,000 70,000 ശമ്പളം വാങ്ങുന്നവർക്കല്ല ഫ്രീ കൊടുക്കേണ്ടത്. ഇത് എല്ലാ സ്ത്രീകൾ പറഞ്ഞു എല്ലാ കാര്യത്തിലും തുല്യത വേണമെന്ന്. അപ്പോൾ ഇതിൽ ആണുങ്ങൾക്ക് എവിടെ തുല്യത? പുരുഷന്മാർക്കൊരു തുല്യതല്ലേ? പുരുഷന്മാർ വോട്ട് ചെയ്തിട്ടല്ലേ ഈ VD സതീശനായാലും ഈ മന്ത്രിമാരായാലും ആരായാലും ഈ UDF സർക്കാർ ജയിച്ചത് പുരുഷന്മാർ കൂടി വോട്ട് ചെയ്തിട്ടാണ് അല്ലേ? അല്ല സ്ത്രീകൾ മാത്രം വോട്ട് കൊണ്ട് വിജയിച്ചതല്ല അവരാരും. അപ്പോൾ ഈ വ്യവസായം ഇപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ബസ് പണി മുടക്ക് നിർബന്ധപരമായിട്ടും വരും. ഒരു സീറ്റിൻ്റെ 5 രൂപ കുട്ടികൾ പോലും കയറില്ല, അതും ഈ KSRTCയിലാണ് കയറുന്നത്. ഒന്നില്ലെങ്കിൽ ഇവർ നിരക്ക് കൂട്ടണം, യാത്രാ നിരക്ക് പോലും കൂട്ടണം, ഇല്ലെങ്കിൽ ഡീസൽ പൈസ പോലും കമ്മിയാക്കണം, ഇല്ലെങ്കിൽ ഈ പ്രിയദർശിനി എടുത്ത് ഒഴിവാക്കണം. ഇത് ഏതെങ്കിലും ഒന്നും നടക്കാതെ ഈ മേഖല മുന്നോട്ട് പോവില്ല.